ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ നയനയ്ക്ക് എന്തായാലും അനന്തപുരിയിലേക്ക് മടങ്ങി വരില്ല. കാരണം എന്താ വെച്ചാൽ ആദർശ് ഇപ്പം തന്നെ ഏകദേശം കടുത്ത തീരുമാനങ്ങൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. പത്തരമാരുടെ നാളത്തെ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആദർശാണെങ്കിൽ ദേവേനി ആ ഒരു വീട്ടിലുണ്ടെന്നുള്ള വിവരം നയനെ ഏകദേശം ബോധ്യപ്പെടുത്തിയിട്ട് തിരിച്ച് കാറിൽ മടങ്ങി വരുന്ന സമയത്ത് ആദർശിൻ്റെ അച്ഛനും വണ്ടിയിലുണ്ട്. അപ്പോൾ അച്ഛനാണെങ്കിൽ ആദർശനോട് പറയാണ്, ദേവേനി നയനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്നേഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വെച്ചിട്ട് കാണിക്കത്തില്ല, അവളത് മനസ്സിൽ കൊണ്ട് നടക്കത്തേ ഉള്ളൂ. എന്തായാലും നയനമോളാണ് കയറിൽ കൊടുത്തെന്നുള്ള വിവരം ദേവേനി അറിയാതെ ഈ പറയുന്ന നയനെ കുറേ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ദേവേനി നയനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ അഭിനയിക്കാനാണ് സാധ്യത കൂടുതലെന്ന് പറയുമ്പോൾ ആദർശ് അച്ഛനോട് പറയാണ്, അമ്മ നയനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നയന അത് അറിഞ്ഞിട്ട് എന്നിൽ നിന്നും മറച്ചു വയ്ക്കുകയാണെങ്കിൽ അതെനിക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് ആദർശ് അച്ഛനോട് പറയണം. ഈ സമയമാണെങ്കിൽ നമ്മുടെ ദേവേനി പറയാണ് കേട്ടോ, നന്ദുമോൾക്ക് ഭയങ്കര ശ്വാസം മുട്ട് അനുഭവിച്ചിട്ടുണ്ടാവില്ലേ നമ്മളിങ്ങനെയൊക്കെ കുറേ പറയുമ്പോൾ. അപ്പോൾ നയന പറയണം, കുറച്ച് ശ്വാസം മുട്ടിക്കോട്ടെ, എത്ര നല്ല കുട്ടിയായിരുന്നു, ഈ അനിയായിട്ട് കൂട്ടുകൂടി കണ്ടതിന് ശേഷമാണ് എൻ്റെ നന്ദുട്ടൻ ഇങ്ങനെ മാറി തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് നയന നന്ദുവിനെ ഇങ്ങനെ പൊക്കി അടിക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക.